പെരിഞ്ജീരകം പൊടിക്കുന്ന സമയത്ത് ഈ ഒരു 3 ചേരുവകൾ ചേർത്തിട്ട് പെരിഞ്ജീരകം പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന എല്ലാ കറികളും, അതിന് വെജിറ്റബിൾസിൻ്റെ കറി ആവട്ടെ, ചിക്കന്, ബീഫ്, ഏത് തരത്തിലുള്ള കറിയാണെങ്കിലും, മുട്ടക്കറിയോ ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ഒരു 10 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണയായിട്ട് എല്ലാവരും വീട്ടിൽ ഈ ഒരു പെരിഞ്ജീരകം പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും ചേർക്കാറുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന കറി കൂട്ടുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവരോട് തന്നെ ഒരു അസൂയ തോന്നാറുണ്ട് അല്ലേ, എങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ ഒരു രുചി കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു അസൂയൊന്നും നമുക്ക് വേണ്ട. നമ്മളെ വീട്ടിലും അതുപോലുള്ള ഐറ്റംസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പെരിഞ്ജീരകമാണ് കേട്ടോ ഈ ഒരു സമയത്ത് പൊടിക്കണത്. 1 ഗ്ലാസ് പൊടിക്കുക, എന്നാൽ നമുക്ക് ഒരു 2 മാസത്തേക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് ഈ ഒരു പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയൊക്കെ പോവും. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ആവശ്യത്തിന് ഒരു മാസം 2 മാസത്തേക്കൊക്കെ ഇതുപോലെ പൊടിച്ചേക്കാം. അപ്പോൾ നമ്മളിത് പൊടിക്കാൻ വേണ്ടി വറുക്കണം. ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചേരുവകളൊക്കെ ചേർക്കണതും. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് ഞാൻ പെരിഞ്ജീരകത്തിലേക്ക് ചേർക്കുന്നത് കാഷ്യൂവാണ്. ഇതൊരു 1 ഗ്ലാസ് പെരിഞ്ജീരകത്തിലേക്ക് ഒരു 5 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. 5 എണ്ണം നടുവിൽ ചീന്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പീസായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 5 കാഷ്യൂനട്ടുകൾ മസ്റ്റായിട്ടും ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ കണ്ടില്ലേ കറിവേപ്പില നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഒരു പിടിയോളം ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പം ഒരു ലേശൻ്റെ അടുക്കലുള്ള ഒരു 1/2 പിടിയോളേ ഉള്ളൂ. എന്നാലും നല്ല നാടൻ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടാവും. നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് കഴിയണതും നാടൻ കറിവേപ്പില തന്നെ ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളകൊന്നും നമ്മൾ സാധാരണ കുരുമുളകാവട്ടെ, കറിവേപ്പാവട്ടെ, ഈ ഒരു അണ്ടിപ്പരിപ്പാവട്ടെ, ഇത് 3ഉം സാധാരണ ആരും ഈ ഒരു പെരിഞ്ജീരകം വറുക്കുമ്പോൾ ചേർക്കാറുണ്ടാവില്ല. പിന്നെ ചിലർ ചേർക്കുന്ന ഒരു സാധനമുണ്ട്, എന്ത്, ഗ്രാമ്പു നിങ്ങൾ ഇതിൽ ചേർക്കരുത് കേട്ടോ. ഗ്രാമ്പു ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ പറ്റും. ഫിഷ് കറി, വെജിറ്റബിൾസ് കറി, ഇതിലേക്കൊക്കെ ചില വെജിറ്റബിൾസൊക്കെ പറ്റുമെങ്കിലും മീൻ കറിക്കൊന്നും ഒരിക്കലും പിന്നെ ആ ഒരു ഗ്രാമ്പു ചേർത്തിട്ടുള്ള ഈ ഒരു പെരിഞ്ജീരകപ്പൊടി നമുക്ക് ചേർത്താൽ അതിൻ്റെ രുചി വേറെന്തോ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ, പക്ഷെ അത് ചേർക്കാതിരിക്കണതാണ് നല്ലത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ഒക്കെയാണ് ഇത് വറുത്തെടുക്കുന്നത്. കാരണം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, അത് ശരിക്കും അങ്ങോട്ട് വറവാവൂല. അപ്പോൾ ചില സമയത്ത് ഞാൻ ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട്. അത് നല്ലോണം പൊന്തുന്നുണ്ടെന്ന് കണ്ടാൽ, കരിയെന്ന് കണ്ടാൽ ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വറുക്കണ സമയത്ത് നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ശരിക്കും വറന്ന് കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. പക്ഷെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും. പെരിഞ്ജീരകം പെട്ടെന്ന് മുരിയും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ടൊന്നും നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുരിഞ്ഞ് വരില്ല. അപ്പോൾ അതിന് ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ചൂടൊക്കെ നല്ലോണം തട്ടിയിട്ട് ഒരു 80% വറവാകും. പിന്നെ ഒരു 20% വറവിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒഴിവാക്കിയിട്ട് വീണ്ടും ആ ഒരു അണ്ടിപ്പരിപ്പ് മാത്രം ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വറുക്കണ നേരത്തെ വിചാരിക്കുന്നുണ്ടാവില്ലേ, എങ്ങനെ ഇപ്പോൾ പെരിഞ്ജീരകവും കറിവേപ്പിലും വറവാണ് സമയം കൊണ്ട് അണ്ടിപ്പരിപ്പ് വറവാവൂലല്ലോ എന്ന്. ശരി തന്നെയാണ്, വറവാവൂല. അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പ് നിങ്ങൾ എന്തായാലും കുറച്ച് കൂടുതൽ ചേർത്തോളി. കാരണം കറിവേപ്പ് നമ്മൾ സാധാരണ കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് കറി തിളച്ചൊക്കെ കഴിഞ്ഞ് കൂട്ടുന്ന സമയത്ത് ആ കറിവേപ്പില നമ്മളങ്ങോട്ട് ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഈ കറിവേപ്പില കറിയിലെടുത്ത് കഴിക്കാനൊരു ഇഷ്ടമില്ലല്ലേ നമുക്ക്, അതിന് എത്ര ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ലീഫാണെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പൊടിയായിട്ട് നമുക്ക് വയറ്റിലേക്ക് അതെത്തും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ആരോഗ്യ ഗുണമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് കുറച്ച് വറവായി എന്ന് മനസ്സിലാവണമെങ്കിൽ കറിവേപ്പില എങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾ കണ്ടി നല്ല മുരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇത് അണ്ടിപ്പരിപ്പ് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പൊട്ടിയിട്ട് ഇതാകണില്ല, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടണില്ല. അപ്പോൾ പെട്ടെന്ന് പൊട്ടണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് വേവാവുക കേട്ടോ.
അപ്പോൾ കുറച്ച് നേരം കൂടി അണ്ടിപ്പരിപ്പ് വറവാകാൻ വേണ്ടിയിട്ട് നമ്മൾ പെരുംജീരകം വറുത്തിട്ടുണ്ടെങ്കിൽ പെരുംജീരകം കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ പെരുംജീരകം ഞാനൊന്ന് കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിൽ നിന്ന് അണ്ടിപ്പരിപ്പ് മാത്രം എടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് മാത്രമാകുമ്പോൾ പെട്ടെന്ന് വറവാകും. പിന്നെ 80% ഈ അണ്ടിപ്പരിപ്പ് വെന്തിട്ടുണ്ട്, വറവായിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടും നല്ല പൊട്ടിക്കുമ്പോൾ ഒട്ടേ നല്ല പൊട്ടണില്ല, ആ ഒരു പൊട്ട് പൊട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ച് വെക്കുമ്പം അതിൽ ചെറിയൊരു ഈർപ്പത്തിൻ്റെ അംശമുണ്ട് അണ്ടിപ്പരിപ്പിൽ. അണ്ടിപ്പരിപ്പ് നല്ലോണം വറവായാലും ചെറുതായിട്ടൊരു എണ്ണൻ്റെ ഈർപ്പത്തിൻ്റെ അംശം വരും. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൗഡർ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്താൽ വെക്കാൻ വേണ്ടി പറ്റില്ല, പെട്ടെന്ന് പൂക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടെ വറുത്തെടുക്കാണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അണ്ടിപ്പരിപ്പ് നിങ്ങളെടുത്ത് വറുത്തതുണ്ടെങ്കിൽ പിന്നെ വേച്ചാറൊന്നും ആവേണ്ട, വീട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ തന്നെ മതിയാവും. ഇതിപ്പോൾ വറുക്കാത്ത അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് കൊടുക്കണം, അപ്പോഴാണ് നമ്മൾ ആ ഒരു കറിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പെരുംജീരകപ്പൊടിയൊക്കെ ഒരു എന്തോ ഒരു പോലെയാണ് അല്ലേ, നമുക്ക് വിചാരിച്ച ആ ഒരു രുചിയൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാവട്ടെ, ഗരം മസാലൻ്റെ പൗഡറാവട്ടെ, ഗരം മസാലൻ്റെ പൗഡർ പിന്നെ ചിലതൊക്കെ അധികം നല്ല രുചിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കാറാണ് പതിവ്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒന്നുകൂടെ രുചി ഉണ്ടാവും അങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കും. പക്ഷെ നമ്മളതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർക്കണം, അല്ലാതെ ഗരം മസാല പൗഡർ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒന്നാണ്ട് ആ ഒരു കറാമ്പട്ടിയും എന്താണ് ഏലക്കായ മാത്രം ചേർത്തുണ്ടാക്കിയാലൊന്നും ആ വിചാരിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച്, നന്നായിട്ട് ചൂടാറിന ചൂടോട് കൂടി നിങ്ങൾ പൊടിക്കരുത്, ചൂടാറിയതിന് ശേഷം മാത്രം പൊടിക്കുക. അപ്പോൾ നമ്മൾ വറുത്ത പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ തന്നെ പെട്ടെന്ന് ചൂടാറിയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ പൊടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മിക്സി അടുക്കളയിൽ എപ്പോഴും നനവായിരിക്കല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ലോണം നനവാണേക്കാരം. അപ്പോൾ ആ ഒരു ജാറ് നന്നായിട്ട് തുടച്ച് ക്ലീനായി ഒരു ഈർപ്പോരും ഒരു നനവിൻ്റെ ഒരു അംശം പോലും ജാറിലുണ്ടാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു പൂല് തട്ടിയാൽ നമ്മുടെ പൗഡർ പെട്ടെന്ന് കേടാവേ. അപ്പോൾ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത്രയും ഒരു ഗ്ലാസ് പെരുംജീരകമൊക്കെ പോവാന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ, കേടായി പോവാന്നുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സിൻ്റെ ജാറ് തുടക്കുക, അതിൻ്റെ മൂടിൻ്റെ വാഷർ തുടക്കുക, മൂടി തുടക്കുക ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടത്. ഇപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പെരുംജീരകം പൊടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 2 മാസത്തേക്ക് ഉണ്ടാവും കേട്ടോ. വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കറിയായാലും ഇനി എന്തുണ്ടാക്കണം കുറച്ചും കൂടെ ഇത് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ പൗഡറും കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ വീട്ടിലൊരു 8-10 ആളുകളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു 2 ഗ്ലാസ്സൊക്കെ പൊടിച്ച് വെച്ചോളൂ കേട്ടോ. ഏതായാലും നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ ഇത് ഞാനിതാ പെരുംജീരകം ഒഴിഞ്ഞ കുപ്പിയാണിത്. ഇവിടെ ഒക്കെ കണ്ടില്ലേ, ആ ഒരു പെരുംജീരകപ്പൊടി ഒഴിഞ്ഞ കുപ്പിയായിട്ടാണ്. അപ്പോൾ ഒഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് പൊടിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്. നിങ്ങൾക്കിത് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ ഒരുപാട് പേരുണ്ട് കടയിൽ നിന്നൊക്കെ പെരുംജീരകപ്പൊടി വാങ്ങിയിട്ട് ഒരു ടേസ്റ്റും ഇല്ലാതെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കട്ടോ, ഇത് ചെയ്യാം. പിന്നെ പെരുംജീരകം നന്നായിട്ട് കഴുകി ഉണക്കിയ പെരുംജീരകം അതിന് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് ഇതാക്കട്ടെ. മഴക്കാലത്തൊക്കെയാണെങ്കിൽ അത് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് നല്ല വെയിലുള്ള ഒരു ദിവസം കഴുകി ഉണക്കി എടുത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ പെരുംജീരകം വാങ്ങുന്ന സമയത്ത് നല്ലൊരു പച്ച കളറൊക്കെ ആയിരിക്കും അല്ലേ, പക്ഷെ നല്ലോണം കഴുകി ഉണക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു കളറിലാവും കേട്ടോ, ആ ഒരു നരച്ച പോലെ ആവും. പിന്നെ ഇനി നമ്മൾ പൊടിക്കുന്ന സമയത്ത് മിക്സിൻ്റെ ജാറിൽ വല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിയാവുകയാണെങ്കിൽ ഈ ഒരു പൗഡർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ, പെട്ടെന്ന് പൂക്കൊന്നുമില്ല. അപ്പോൾ ഇതാ അത്യാവശ്യം പൗഡറൊക്കെ ഉണ്ട്. നമുക്ക് എന്താ അറിയോ, വിശ്വസിച്ച് ഇടാം, വിശ്വസിച്ച് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രുചി, ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. കാരണം അത്രക്കും നല്ലൊരു സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ലോട് കൂടി തന്നെ ഈ ഒരു കറിക്കും കിട്ടും കേട്ടോ. നിങ്ങൾ ഏത് വെജിറ്റബിൾസ് കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും ഒക്കെ ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി. ചിലർക്കൊന്നും കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവണില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഇതുപോലുള്ള പൗഡറൊക്കെ തയ്യാറാക്കിയിട്ട് കറി വെക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ എങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിലും ആ കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്ക് ചെയ്യുക.
പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരമാവും കേട്ടോ. പിന്നെ നമ്മൾ മലപ്പുറം റിതു എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണേ. എന്താ പറയുക, ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ നിങ്ങളെ ഫോണിൻ്റെ നടുവിൽ അങ്ങോട്ട് എത്തും. അപ്പോൾ എനിക്കൊരു ഉപകാരവും. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് എനിക്കൊന്ന് പറഞ്ഞും കൂടെ തരും കേട്ടോ. അസ്സലാമു അലൈക്കും.